കച്ചോടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു 3 കപ്പ് മൈദയാണ്. 150 ml കപ്പാണിത്. ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് അയമോദകമാണ്. ഒരു 1/4 ടീസ്പൂൺ അയമോദകമാണ്. അത് ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ഇട്ടാൽ മതി. പിന്നെ നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർക്കണു. പിന്നെ ഒരു 1 കപ്പോളം നമ്മൾ റീഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ മിക്സ് ചെയ്യണം നന്നായിട്ട്. നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ മിക്സ് ചെയ്യണ പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അങ്ങനെ ഉരുളയാക്കി കഴിഞ്ഞാൽ ഉരുളയായിട്ട് തന്നെ കിട്ടണം, ഉതിർന്ന് വീഴാൻ പാടില്ല. ഇനി നമുക്ക് കുറച്ച് വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം കുഴയ്ക്കണം. കുറേശ്ശെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുറേശ്ശെ വെള്ളം ചേർക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചൂടുവെള്ളമൊന്നും വേണ്ട, സാധാരണ നോർമൽ നമ്മുടെ പച്ചവെള്ളം മതി. എന്നിട്ട് നമ്മൾ സാധാരണ കുഴക്കണ പോലെ തന്നെ കുറച്ച് ലൂസായി കുഴക്കണം, വല്ലാണ്ട് ടൈറ്റായിട്ട് കുഴക്കരുത്. കുറച്ച് ലൂസായിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് ഈ പരുവത്തിലാവുമ്പോൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയട്ടെ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇനി മാവ് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ലോണം കുഴയ്ക്കാൻ പറ്റുകയും ചെയ്യും. നന്നായിട്ട് കുഴയ്ക്കുക. അതിന് ശേഷം നമ്മൾ കൈയിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് കിട്ടും. നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം കുറച്ച് നേരം കൂടി. അപ്പോഴേക്കും അതിൻ്റെ മസാല ഉണ്ടാകും. കച്ചോടി സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഉള്ളിയും 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് എടുത്തു വെച്ചേക്കുന്നത്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ പെരുംജീരകം, 1 സ്പൂൺ മല്ലി, 1 സ്പൂൺ ജീരകമാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. എണ്ണ തീരെ വേണ്ട, നമ്മൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്യണത്. ഇതിൻ്റെ ഒരു പച്ച മണം പോകുന്നവരെ നമ്മൾ വറുത്തതിന് ശേഷം നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. അതിന് ശേഷം പൊടിച്ചെടുക്കാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഉള്ളി വഴറ്റിയെടുക്കണമല്ലോ. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞ് 4 ഉള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് ചേർക്കുക. അപ്പോൾ അത് വേഗത്തിൽ വഴന്ന് വരും. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 3 പച്ചമുളകാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം കേട്ടോ. അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് നല്ല കുനുകുന അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഇടയ്ക്ക് നമ്മൾ ഇളക്കി തീയൊന്ന് താത്തി വെച്ചാൽ മതി. നമുക്ക് വഴറ്റിയെടുക്കാം. അതിനിടയിൽ നമുക്ക് മസാല ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച് പെരുംജീരകവും മല്ലിയും ജീരകവും കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. വല്ലാണ്ട് പൊടിയൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അടുപ്പത്ത് ഉള്ളി നല്ല പാകമായി നല്ല ചുമന്ന നിറായി നമുക്ക് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം നമ്മൾ നല്ല മുളക് പൊടി, അത് എരിവനുസരിച്ച് ഇടണം. ഇനി ഒരു 1/4 ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി 1/2 ടീസ്പൂണോളം നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഈ മസാല പാകാവുന്നവരെ നന്നായിട്ട് വഴറ്റാം. നല്ലോണം മസാല മൂക്കുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഉടച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇപ്പം നമ്മുടെ മസാല നന്നായി മൂത്തു. ഇനി നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ട് നന്നായിട്ട് അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് നേരത്തെ നമ്മൾ കുറച്ച് ചേർത്തതാണ്. അപ്പോൾ ഉപ്പിൻ്റെ സ്വാദ് നോക്കിയിട്ട് വേണ്ടത്ര ഉപ്പ് ചേർക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് ഒരു അംചൂർ ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്തോളൂ കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ചേർക്കാം. അംചൂർ ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ഉരുളകളാക്കിയിട്ട് വെക്കാം. ആദ്യം എല്ലാതും ഉരുളകളാക്കി വെക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കുക. കച്ചോടിയാണല്ലോ, അതിൽ നടുവിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഉരുളകളാക്കി വയ്ക്കുക. ഇതുപോലെ ഞാനെല്ലാം ഉരുളകളാക്കി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ആട്ട പാകമായോ നോക്കാം. നമ്മുടെ മൈദയുടെ ആട്ടയും പാകമായുണ്ട്. എന്നാലും ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. അപ്പോൾ മാവ് നമ്മൾ ഓരോ ഉരുളകളാക്കി വെക്കുക. ആദ്യം കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയാൽ നമുക്ക് വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, കയ്യിലൊട്ടില്ല. എന്നിട്ട് നമ്മൾ മോദകമൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ നടുവിൽ കുറച്ച് കുഴിയായിട്ട് സൈഡ് പിടിച്ച് വിരലുകളെ കൊണ്ട് നമുക്ക് ശരിക്കും കച്ചോടിയുടെ ഷേപ്പ് കൊടുക്കുക നന്നായിട്ട്. അതിന് ശേഷം നമുക്ക് നടുവിൽ ഓരോ ഉരുള വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കവർ ചെയ്യണം. തീരെ പൊട്ടാണ്ട്, പൊട്ടിക്കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. അത് കാരണം പൊട്ടാതെ ബാക്കിയുള്ള ബാലൻസ് വരുന്ന നമ്മുടെ മാവ് നമുക്ക് എടുത്ത് മാറ്റാം.
എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, മോൾ ഭാഗം മാത്രം, അത് പൊങ്ങി വന്നോളും. ഇതുപോലെ എല്ലാം നമുക്ക് കച്ചോടി ഉണ്ടാക്കി വയ്ക്കുക ആദ്യം. അപ്പോൾ നമുക്ക് അടുത്ത കച്ചോടി ഇതേപോലെ തന്നെ തയ്യാറാക്കുക. സൈഡിലെല്ലാം ഷേപ്പ് കൊടുത്ത് അതിന് നടുവിൽ നമ്മൾ സ്റ്റഫിങ് വെച്ചിട്ട് നല്ലോണം കവർ ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള മാവ് പതുക്കെ മുറിച്ചെടുക്കുക. എന്നിട്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അടുപ്പത്ത് എണ്ണ ചൂടാവുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പതുക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച കച്ചോടി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഒന്ന് മീഡിയം ആക്കി വയ്ക്കണം കേട്ടോ. എന്നിട്ട് പതുക്കെ ഇട്ട് കൊടുക്കുക. ഞാനൊരു 4 കച്ചോടിയാണ് ഇട്ട് കൊടുക്കുന്നത്, അതേ എണ്ണ ഇടരുത്. ഇനി നമുക്ക് അതിൻ്റെ അടിഭാഗം നന്നായിട്ട് വേവട്ടെ. അതിന് ശേഷം നമുക്ക് മറിച്ചിടാം. നമ്മുടെ കച്ചോടി നമുക്ക് മറിച്ചിടാം. അതിൻ്റെ അടിഭാഗമൊക്കെ വെന്ത് കഴിഞ്ഞു. എല്ലാ കച്ചോടിയും നമ്മൾ മറിച്ചിടുക. ഇനി പൊട്ടൊന്നുമില്ല. ഇനി ഇവിടെ കിടന്ന് ഒന്ന് വേവട്ടെ നന്നായിട്ട് ഈ ഭാഗം കൂടി. അപ്പം നമ്മുടെ കച്ചോടി 2 ഭാഗം വെന്തു, നല്ല ഗോൾഡൻ ബ്രൗണായി. കണ്ടില്ലേ, ഈ ഒരു നിറമാകുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം. നമ്മൾ എല്ലാ കച്ചോടിയും വാങ്ങിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കണം കേട്ടോ. ഇതാണ് പാകം അതിൻ്റെ ശരിക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ വാങ്ങിയെടുത്തു. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നല്ല ചൂടുള്ള എണ്ണയായിരിക്കും. കൈകൊണ്ട് ഇടാൻ പറ്റില്ലെങ്കിൽ ചട്ടുകത്തിൽ വെച്ചിട്ടിട്ടാൽ മതി. കച്ചോടിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ തീ ഒന്ന് താത്തി വെച്ചോളൂ. എന്നിട്ട് ഒന്ന് പാകമാകുമ്പോൾ മറിച്ചിടുക. ഇപ്പോൾ നമ്മുടെ കച്ചോടി ഒരു പാകമായി, നമ്മളെല്ലാം മറിച്ചിട്ടു. ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നല്ലോണം വേവിച്ച് ക്രിസ്പി ആയിട്ട് വാങ്ങിയെടുക്കുക. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കച്ചോടിയെല്ലാം നല്ല നിറം വന്നു. കണ്ടില്ലേ, നല്ല ചുമന്ന് നല്ല നിറം വന്നു. ഇനി നമുക്ക് എല്ലാ കച്ചോടിയും വാങ്ങിയെടുക്കുക. അപ്പം നമുക്ക് എല്ലാ കച്ചോടിയും വാങ്ങിയെടുത്ത് പെട്ടെന്ന് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. നമ്മുടെ കച്ചോടി തയ്യാറായി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാം, അതുപോലെ സ്നാക്കായിട്ട് ഉണ്ടാക്കാം. ഇത് നമുക്ക് നമ്മുടെ മല്ലിയിലയുടെ ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറിയുടെ കൂടെയും കഴിക്കാം. നല്ല സ്വാദാണ് കഴിക്കാൻ. ഇടയ്ക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതേപോലെ വൈകുന്നേരം കുട്ടികൾക്ക് വിശക്കുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ. താങ്ക്